എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എ സർക്കിൾ ഈസ് ഓൺ ഗോയിങ്. അതായത് ഒരു വൃത്തം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയായ തന്നെയാണ് ഈ ഒരു വീഡിയോ. അതായത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കിൾ, ഒരു വൃത്തം എന്ന് പറയുന്നതിന് അതിന് തുടക്കം എവിടെയാണെന്നോ അതിൻ്റെ അന്ത്യം എവിടെയാണെന്നോ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ജീവിത ചക്രം എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ. അതായത് നമ്മൾ ഈ ഒരു ജന്മത്ത് ഈ ഒരു രൂപം നമ്മൾ ഒരുപക്ഷെ എടുത്തിട്ടുണ്ടാകും. അപ്പം പിന്നീട് ഒരിക്കൽ നമ്മൾ മരിക്കുമ്പോൾ ആ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പൊരുൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വീണ്ടും പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം മറ്റൊരു ജന്മം എടുക്കുന്നു എന്നൊക്കെ പല വിശ്വാസങ്ങളുണ്ട്. എന്തുതന്നെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ശരീരം എന്ന് പറയുന്നത് പല പല പദാർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിനെ തീർച്ചയായിട്ടും നമുക്ക് ഒരുപക്ഷെ ആ ഒരു രൂപം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിയെന്ന് വരാം ശരീരത്തിന്. പക്ഷേ ആ ഉള്ളിൽ ഉള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഫിസിക്സിലും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ കെട്ടിപ്പടുക്കുന്ന ഏതൊരു സംഭവം, അതായത് ഒരു സംരംഭം നമ്മൾ തുടങ്ങിയാലും അതല്ല നമ്മളൊരു വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്താലും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൃത്തം പോലെ തന്നെയാണ്. ഒരു തുടക്കവും ഒരു അവസാനമുണ്ട്. പക്ഷേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ചക്രം, ഒരു വീൽ എന്ന് പറയുന്നത് അതും ഒരു വൃത്തം പോലെയാണ്, ഒരു സർക്കിളാണ്. പക്ഷേ എല്ലാ വൃത്തത്തിനും ഒരു കേന്ദ്ര ബിന്ദു ഉണ്ട്, ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ ജീവിതമാകുന്ന ഈ ഒരു ചക്രം അല്ലെങ്കിൽ ഈ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തത്വങ്ങൾ, നമ്മളെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്. അപ്പം അതിനെ ആശ്രയിച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സർക്കിൾ. അത് നമ്മുടെ ജീവിതമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു കാര്യമായിക്കോട്ടെ. അപ്പം തീർച്ചയായിട്ടും ആ കേന്ദ്ര ബിന്ദുവിന് ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അല്ലെ. ഏതൊരു സർക്കിളിനും ശരിക്കും പറഞ്ഞാൽ പല പോയിന്റ് ഉണ്ടെങ്കിലും അതിൻ്റെ കേന്ദ്ര ബിന്ദു, സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. അപ്പം നമ്മുടെ ജീവിതം ഏതൊരു കേന്ദ്രത്തിലാണോ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് വളരെ പ്രധാനമാണ്. ആ ഒരു പോയിന്റ് നമ്മൾ വളരെ ദൃഢമായിട്ട് കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വൃത്തം നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അല്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, എന്നാലും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുന്നത് ഉണ്ടാക്കിയെടുക്കാനും അതുവഴി പലർക്കും പല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് തീർച്ചയായിട്ടും സാധിച്ചു തരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു.